ഏകദേശം 4.5 മണിക്കൂറുകൾ ദൈർഘ്യമുള്ള മലകയറ്റമാണ് ഇനി അവശേഷിക്കുന്നത്. വഴിയിൽ ഒരു സ്ഥലത്തു നിന്ന് മാത്രമേ ഇനി കുടിവെള്ളം ശേഖരിക്കാൻ കഴിയൂ. അതിനാൽ തന്നെ കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും ഓരോരുത്തരും കരുതിയിട്ടുണ്ട്. ഇനിയും കുറച്ചു ദൂരം കൂടി തോട്ടങ്ങളിലൂടെയാണ് നടന്നു പോകേണ്ടത്. തെങ്ങും കമുകും ഗ്രാമ്പുവും കുരുമുളകും ജാതിയും ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഓഖിയുടെ സമയത്ത് മലവെള്ളപ്പാച്ചിലിൽ മലയിലേക്കുള്ള ജീപ്പ് പാതകൾ തകർന്നു പോയപ്പോൾ അന്ന് മലമുകളിൽ അകപ്പെട്ടു പോയ ജീപ്പുകളിൽ 2 എണ്ണം റിപ്പയർ ചെയ്ത് എടുക്കാൻ കഴിയാത്ത വിധം ഇപ്പോഴും ഇവിടെ തന്നെ കിടപ്പുണ്ട്. അല്പസമയത്തെ നടത്തത്തിനു ശേഷം തോട്ടത്തിലെ പണിക്കാർ മുമ്പ് താമസിച്ചിരുന്ന ഒരു ചെറിയ വീടിനടുത്ത് എത്തി. മുമ്പ് പല പ്രാവശ്യം രാത്രികളിൽ ഞങ്ങൾ ഇവിടെ വന്ന് തങ്ങിയിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്ന് ഒരു അരുവി ഒഴുകിപ്പോകുന്നത് കാരണം ഈ സ്ഥലത്തെ ഞങ്ങളുടെ പ്രധാന ക്യാമ്പിംഗ് സ്പോട്ട് ആണിത്. ഇനി മുന്നോട്ട് വൃത്തിയുള്ള ജലസ്രോതസ്സുകൾ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഇവിടെ നിന്നും ആവശ്യത്തിന് വെള്ളം എടുത്ത് യാത്ര തുടർന്നു. ഇനി മുന്നോട്ട് തോട്ടവും കാടുപിടിച്ച് കിടക്കുന്നു. കൃത്യമായ ഒരു വഴി ഇല്ല. മുന്നേ പല പ്രാവശ്യം ഇതുവഴി വന്ന പരിചയം ഉള്ളതിനാൽ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകാൻ കഴിയുന്നത്. തോട്ടം പിന്നിട്ട് ഞങ്ങൾ വനത്തിൽ പ്രവേശിച്ചു. ഇനി മുന്നോട്ടെല്ലാം കയറ്റങ്ങളാണ്. നല്ല തണുത്ത കാറ്റ്. ഞങ്ങൾ നടന്നു പോകുന്ന ഭാഗത്ത് ഇതുവരെ വെയിൽ തെളിഞ്ഞിട്ടില്ല എങ്കിലും താഴ്വരയിൽ വെയിൽ തെളിഞ്ഞിരിക്കുന്നു. മഞ്ഞിൻ്റെ നേരിയ മൂടൽ എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് മുൾച്ചെടികളാണ് കൂടുതലായി വളർന്നു നിൽക്കുന്നത്. അവയിൽ പിടിച്ചു മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയൂ. അതിനാൽ തന്നെ കൈകൾ പൊട്ടി രക്തം കിനിയുന്നുണ്ട്. എത്ര തന്നെ സൂക്ഷിച്ചാലും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പെട്ടെന്ന് ശക്തമായി കാറ്റ് വീശി. അതുവരെ ഉണ്ടായിരുന്ന വെളിച്ചം കുറയാനും മലകളിൽ ഇരുൾ വന്ന് മൂടാനും തുടങ്ങി. എല്ലായിടത്തും മഴമേഘങ്ങൾ വന്ന് നിറയുന്നു. മലമുകളിലൂടെ കിഴക്ക് ഭാഗത്തേക്ക് കറുത്ത മഴമേഘങ്ങൾ വേഗതയിൽ സഞ്ചരിച്ചു പോകുന്നു. അതേസമയം തന്നെ മലയിടുക്കുകളിലൂടെ വെളുത്ത പുകമഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചു വന്ന് താഴ്വരയാകെ നിറയുന്നു. മലകളുടെ ഉയർന്ന ഭാഗങ്ങളിൽ മഴമേഘങ്ങളും പുകമഞ്ഞും ഒരുമിച്ച് വലയം തീർക്കുന്ന കാഴ്ച വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആയിരുന്നു. പതിയെ മഴ പെയ്യാൻ തുടങ്ങി. സൂചികൾ വന്ന് തറയ്ക്കുന്നത് പോലെയായിരുന്നു മഴത്തുള്ളികൾ. 1-2 മിനിറ്റുകളിൽ മഴ അവസാനിച്ചു. എല്ലായിടത്തും പുകമഞ്ഞ് മൂടി. കാഴ്ചകൾ അവ്യക്തമായി. എന്നാലും ഞങ്ങൾ മലകയറ്റം തുടർന്നു. വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ പുൽമേടുകളിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് പുകമഞ്ഞിൻ്റെ അവ്യക്തതയിലൂടെ അങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക രസമാണ്. ഇനി കുറച്ചു ദൂരം പാറകളും പുൽമേടും ഇടകലർന്ന ലാൻഡ്സ്കേപ്പാണ്. ഈർപ്പം കാരണം അതിലെയുള്ള നടത്തം കുറച്ച് പ്രയാസമായി തോന്നി. ഈ ട്രെക്കിംഗ് തുടങ്ങിയിട്ട് 2 മണിക്കൂറുകൾ ആയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഉയർന്ന ഒരു പാറ മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിശക്തമായി കാറ്റ് വീശുന്ന സ്ഥലമാണ് ഇവിടം. അതിനാൽ ഇവിടെയുള്ളത് ഉയരം കുറഞ്ഞ മരങ്ങളാണ്. മാത്രമല്ല അവയെല്ലാം കാറ്റ് കാരണം ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് വളർന്നു നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ മാമ്പഴത്തുറയാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കാണാൻ കഴിയും. അത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴ്വര കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അല്പസമയത്തെ വിശ്രമത്തിനു ശേഷം ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോഴും നല്ല കാറ്റാണ്. മൂടൽമഞ്ഞ് മലകളെ പൊതിഞ്ഞ് നിൽക്കുന്നു. ഇതുവരെ വ്യക്തമായ വഴി ഇല്ലായിരുന്നെങ്കിലും ഇനി മുന്നോട്ട് വഴിയുണ്ട്. മലയിലെ പോത്തുകൾ നടന്നുണ്ടായ വഴിയാണ് അത്. അതിനാൽ തന്നെ ഇനി മുന്നോട്ട് നടക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. പെട്ടെന്നാവും അവ കൂട്ടമായി മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഇനി മലയുടെ വലത്തേക്ക് നടന്നു പോയാൽ മുന്നിലായി ഭൂതപ്പാണ്ടി, ആലുവാമൊഴി, മഹേന്ദ്രഗിരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളും കന്യാകുമാരിയും ഒക്കെ ദൂരക്കാഴ്ചകളായി കാണാൻ കഴിയും. ഇന്ന് പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ല. മലകളെല്ലാം മഴമേഘങ്ങൾക്കുള്ളിലാണ്. താഴ്വര മഞ്ഞ് പുതച്ച് കിടക്കുന്നു. വേളിമല യാത്രയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ് ഈ മൂടൽമഞ്ഞ് കാരണം നഷ്ടമായത്. പെട്ടെന്ന് പിന്നെയും കാറ്റും മഴയും വന്നു. ഞങ്ങളിപ്പോൾ ഒരു മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഞാനൊഴികെ എല്ലാവരും മഴയുടെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാം മഴക്കോട്ടിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഞാൻ നന്നായി മഴ നനഞ്ഞു. കുറച്ചു സമയം ഒരു പാറയിൽ കയറിയിരുന്നു. പതിയെ മഴ അവസാനിച്ചു.
എന്നാൽ കാറ്റപ്പോഴും ശക്തമായി വീശിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടത്തം തുടർന്നു. ഇവിടെ മലമുകളിൽ പൂത്തു നിൽക്കുന്ന ചെടികളാണ്. എല്ലാ സീസണിലും ഈ ചെടികളിൽ പൂവുകൾ ഉണ്ടാവും. ഇപ്പോൾ മലമുകളിൽ നല്ല മഴയും ശക്തമായ കാറ്റും ഉള്ളതിനാലാവണം പൂക്കൾ നന്നേ കുറവാണ്. ഇനിയൊരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ മലകൾ നിറയെ ഈ ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. ആ സമയത്ത് മല കയറി വന്ന് ആ കാഴ്ച കാണുക എന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പുകമഞ്ഞിൽ കാഴ്ചകൾ അവ്യക്തമാണെങ്കിലും ഞങ്ങൾ പിന്നെയും നടത്തം തുടർന്നു. മഴ നനഞ്ഞ് തളർന്നതിനാൽ ഒപ്പമുള്ള എല്ലാവരും പലയിടങ്ങളിലായി യാത്ര അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ 3 പേർ മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നായ ഇപ്പോഴും ഞങ്ങളെ അനുഗമിക്കുന്നുണ്ട്. പെട്ടെന്ന് മൂടൽമഞ്ഞിൻ്റെ അവ്യക്തതയിൽ മുന്നിലായി ഒരു കൂട്ടം പോത്തുകൾ. ഇത്രയും അടുത്ത് അവയെ കാണാൻ കഴിയും എന്ന് ചിന്തിച്ചിട്ടുകൂടി ഇല്ലായിരുന്നു. അപ്രതീക്ഷിതമായി ഞങ്ങളെ കണ്ടിട്ടാവണം അവ ബഹളമുണ്ടാക്കിക്കൊണ്ട് ദൂരേക്ക് ഓടിപ്പോവാൻ തുടങ്ങി. മഞ്ഞിൻ്റെ മൂടൽ കൂടി വന്നു. പരസ്പരം കാണാൻ കഴിയുന്നില്ല. ഞങ്ങളപ്പോഴും പാറമുകളിലൂടെ മുന്നോട്ട് നടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. ഒടുവിൽ കാറ്റ് ശക്തമായി. മലയിടുക്കിലൂടെ വന്നൊരു കാറ്റ് ഞങ്ങളെ ഉയർത്തി താഴെ വച്ച് കടന്നുപോയി. ആകെ പേടിച്ചു വിറച്ചുപോയ നിമിഷം. ഒരു നിമിഷം ജീവിതം അവസാനിച്ചതുപോലെ തോന്നി. പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്ത് ഒരു പാറയുടെ പിന്നിലായി സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി അവിടെ പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാറ്റും മഴയും പിന്നെയും അവസാനിച്ചു. ഞങ്ങൾ 2 പേരും പാറകളിലൂടെ പതിയെ താഴേക്കിറങ്ങാൻ തുടങ്ങി. മേഘപാളികൾക്കിടയിലൂടെ നേരിയ സൂര്യപ്രകാശം പുൽമേടുകളിലേക്ക് വീഴുന്നു. എല്ലാവരും പുൽമേടുകൾ തുടങ്ങുന്നയിടത്ത് ഞങ്ങളെയും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കാറ്റ് ഉയർത്തുന്നത് അവർ കണ്ടുവത്രേ. പിന്നെ മൊത്തം മഞ്ഞ് വന്ന് മൂടിയെന്നും മഞ്ഞ് മാറിയപ്പോൾ ഞങ്ങളവിടെ പാറമുകളിൽ ഇല്ലായിരുന്നുവെന്നും അതിനാൽ ഞങ്ങളെ കാറ്റ് കൊണ്ടുപോയി എന്നാണ് അവർ കരുതിയത്. മലമുകളിലെ കാറ്റും മഴയും അതിൻ്റെ തീവ്രതയും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. തികച്ചും അപ്രതീക്ഷിതമായി ഇന്ന് ഞങ്ങളത് അനുഭവിച്ചു. മഴയും കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ആശ്വാസകരം ആണ്. ഇടിമിന്നൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറൊരു തരത്തിൽ ആകുമായിരുന്നു. എന്തായാലും മഴക്കാലം കഴിഞ്ഞ് ഒരിക്കൽ കൂടി മല കയറി ഇവിടേക്ക് വരണം. ഞാൻ വേളിമലയിലേക്ക് വരുമ്പോഴൊക്കെ ഇവിടുത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് കണ്ടിട്ട് ചിലരൊക്കെ ഇവിടേക്ക് വരാനുള്ള വഴി ചോദിക്കാറുണ്ട്. വേളിമലയെ ചുറ്റി തോട്ടങ്ങളാണ് ഉള്ളത്. അതിനുള്ളിലൂടെ മാത്രമേ നമുക്ക് വേളിമലയുടെ മുകളിലേക്ക് പോകാൻ കഴിയൂ. അതും ചില അവസരങ്ങളിൽ മാത്രം. കൃത്യമായ ട്രക്കിംഗ് പാത്തുകൾ ഒന്നും തന്നെ ഇല്ല. അതിനാൽ അങ്ങനെ പോകാൻ അവസരം കിട്ടിയാൽ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടുക. ഒറ്റയ്ക്ക് മല കയറാതിരിക്കുക.